എവരിവൺ. അപ്പോൾ നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടേമിൽ നമുക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. നമ്മുടെ 3rd ചാപ്റ്റർ തൊട്ട് 7th ചാപ്റ്റർ വരെയാണ് നമുക്കുള്ളത്. അതിനകത്തെ 4th തൊട്ട് 7th വരെയുള്ള ചാപ്റ്റേഴ്സ് 4 തൊട്ട് 7 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതും നമുക്കറിയാം നമ്മുടെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് +1 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മുടെ ബേസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പം ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചിട്ടായിരിക്കും, അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ 4 to 7 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ കവർ ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3rd ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള, എക്സാമിന് എന്തായാലും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, കുഞ്ഞൊരു ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ചാപ്റ്ററാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. യെസ്, അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ അപ്രോച്ചസ് എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാം എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് പ്രോബ്ലം സോൾവിങ് ചെയ്യുക. പ്രോഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സ് പ്രോബ്ലം സോൾവിങ് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ്ങിന് കമ്പ്യൂട്ടേഴ്സ് തിരഞ്ഞെടുക്കുന്ന 2 അപ്രോച്ചസ് ഉണ്ട്. അതാണ് ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും. അപ്പോൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതൊക്കെ ഇത് എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും. അതല്ലാന്നുണ്ടെങ്കിൽ essay പാർട്ടിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് വരുന്നതാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ഇപ്പം ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, മിസ് ഇത് മൊത്തം ഉണ്ടല്ലോ, ഇപ്പം ഫുൾ ആയല്ലോ, അതായത് ഈ ചാപ്റ്ററിലുള്ള ഫുൾ കാര്യങ്ങളും ഇതിനകത്ത് വരുമല്ലോ. പക്ഷെ മക്കളെ, എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതാനെങ്കിലും അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പം മിസ് ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലെങ്കിലും എഴുതാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതാണ് നമ്മൾ ഫേസസ് ഇൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക് ആയിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ഉള്ളത്. നോക്കിക്കേ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അപ്പം നമുക്ക് എഴുതാം എന്താണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നമുക്ക് ഉള്ള പ്രോബ്ലം എന്താണ്, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നു. ഇതാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. ദെൻ അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെപ്പുകളെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുന്നതിനെ അൽഗോറിതംസ് എന്നും അതിനെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നതിനെയാണ് ഫ്ലോ ചാർട്ട് എന്നും പറയുക. ദെൻ നമ്മൾ പ്രോഗ്രാം കോഡിങ്, ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ മെഷീൻസ് എപ്പോഴും മെഷീൻ ലാംഗ്വേജിൽ മാത്രമേ അതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ കൊടുക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മെഷീൻ ലാംഗ്വേജിലേക്ക് കമ്പ്യൂട്ടേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതാണ് ട്രാൻസ്ലേഷനിൽ നടക്കുക. ദെൻ ഡീബഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമിംഗ് ഇറേഴ്സ് ഉണ്ടെങ്കിൽ ആ ബഗ്സിനെ തിരുത്തുന്നതാണ് ഡീബഗിങ് എന്ന് പറയുക അല്ലെ. ദെൻ എക്സിക്യൂഷൻ നടത്തുന്നു, എല്ലാ തെറ്റുകളും മായ്ച്ച് കളഞ്ഞിട്ടുള്ള ലാസ്റ്റ് വരുന്ന ആ ഒരു നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു. ഇത്രയുമാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഫേസസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം മിസ് പറഞ്ഞ രീതിയിലെങ്കിലും അത് എഴുതാനായിട്ട് ജസ്റ്റ് എന്താണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, എന്താണ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, അത്രയും എങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് മിനിമം ഇത് പഠിച്ചിരിക്കുക. ഓക്കെ, ദെൻ ഈ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മുടെ അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയാം. അപ്പം അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ടിനകത്തുനിന്ന് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ആണ്. അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. സോ എന്തായാലും എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. അപ്പം ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ ചാപ്റ്റർ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രോഗ്രാംസ് വേണം, ഫ്ലോ ചാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.